ബാർക്കോഴ കേസിൽ വിജിലൻസ് അന്വേഷണം കെ എം മാണിക്കൊപ്പം സർക്കാരിനും പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് വി എസ് നൽകിയ കത്ത് മുഴുവൻ പരിഗണിച്ചാൽ മറ്റു മന്ത്രിമാരും അന്വേഷണ പരിധിയിൽ വരേണ്ടി വരും. അതേസമയം ഗത്യന്തരമില്ലാതെയാണ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതെന്നാണ് സൂചന. ധനമന്ത്രി കെ എം മാണിക്കെതിരെ ബാറുടമ ബിജു രമേശ് ഉയർത്തിയ അഴിമതി ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഇന്നലെ വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകിയത്. കത്ത് തള്ളിക്കളഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം മനസ്സിലാക്കിയ ആഭ്യന്തരമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കാൻ നിർബന്ധിതമാവുകയായിരുന്നു. മുഖ്യമന്ത്രിയടക്കമുള്ള UDF നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് ചെന്നിത്തല അന്വേഷണം പ്രഖ്യാപിച്ചത്. വിജിലൻസ് അന്വേഷണം നടത്താതെ കേസ് കോടതിയിലെങ്ങാനെത്തിയാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ചെറുതാകില്ലെന്ന് UDF നേതൃത്വം വിലയിരുത്തുന്നു. എന്നാൽ അതിനേക്കാൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നായി അന്വേഷണം മാറാനാണ് സാധ്യത. ആരോപണം ഉന്നയിച്ച ബിജു രമേശ് തന്റെ പക്കലുണ്ടെന്ന് അവകാശപ്പെടുന്ന തെളിവുകൾ വിജിലൻസിന് കൈമാറിയാൽ കെ എം മാണിയുടെ നില കൂടുതൽ പരുങ്ങലിലാവും. സർക്കാരിന്റെ നിലനിൽപ്പും. VS കത്തിൽ മാണിക്കെതിരെ മാത്രമല്ല അന്വേഷണം ആവശ്യപ്പെട്ടത്. മറ്റൊരു മന്ത്രിക്ക് 1 കോടി രൂപ കൊടുത്തതായി തനിക്കറിയാമെന്ന ചീഫ് വിപ്പിന്റെ വെളിപ്പെടുത്തൽ കൂടി അന്വേഷിക്കണമെന്ന് VS ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അന്വേഷണം മറ്റു മന്ത്രിമാരിലേക്കും നീളേണ്ടി വരും. ഡെമോക്രസിന്റെ വാള് പോലെ വിജിലൻസ് അന്വേഷണം സർക്കാരിന് മുകളിൽ തൂങ്ങിക്കിടക്കുമെന്നർത്ഥം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.